താലൂക്ക് ആശുപത്രിയുടെ പഴയ കെട്ടിടത്തിൻ്റെ വടക്ക് കിഴക്കേ മുകളിലേക്ക് കത്തിക്കരിഞ്ഞ ബോഡി ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക. കണ്ണിൻ്റെ അവിടെയും ശകലം ചുവപ്പ് കാണാം, ചുണ്ടിൻ്റെ അവിടെയും ചുവപ്പ്, ബാക്കിയെല്ലാം കരിഞ്ഞ്. അംബാസഡർകാരനകത്ത് കോരിയെടുക്കുമ്പോൾ രണ്ട് കാലും ഈ അച്ചിങ്ങ പയർ കിടക്കുമ്പോൾ തൂങ്ങി കിടക്കുക, ഒടിഞ്ച് നുറുങ്ങി കിടക്കുക. ഈ ചമ്മനാട് ദുരന്തം എറണാകുളത്ത് നിന്നും ചേർത്തലേക്കുള്ള ലാസ്റ്റ് ബസ്സിൽ നല്ല തിക്കിത്തിറങ്ങി ഭയങ്കര ഈ ഫുള്ള് ഞെരുങ്ങിയാണ് വണ്ടി വരുന്നത്. വന്ന് ഈ പറഞ്ഞ പോലെ എരമല്ലൂരിനും തുറവ് കുത്തിതോടിനും ഇടയ്ക്കുള്ള ഒരു ചമ്മനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ആക്സിഡൻറ്റിൽ പെടുകയാണ്. അത് അറിഞ്ഞത് കഴിഞ്ഞാൽ ചകരിയും കയറ്റി വന്ന ലോറിയും KSRTC ബസ്സുമായിട്ടാണ് ഇടിച്ചത്. അപ്പോൾ ഈ ഓയിൽ ടാങ്ക് പൊട്ടി തീ പടർന്ന് ചകിരിയും ലോറിയും കത്തി, ഈ ബസ്സും കത്തി. ആ ബസ് മറിഞ്ഞു. അതിനകത്തുനിന്ന് ഈ ഡോറ് ഇങ്ങനെ ഒരു സൈഡല്ലേ മേലോട്ട് കയറി, മുകളിൽ കയറി താഴത്തേക്ക് ചാടി രക്ഷപ്പെട്ടവർ കുറേ പേര് പോയി. ബാക്കിയുള്ളവരൊക്കെ കത്തി അതിനകത്ത് അമർന്ന് മരണപ്പെടുകയാണ്. അതിനകത്ത് ഒരു രക്ഷപ്പെട്ട ഒരു പയ്യൻ, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഓട്ടോറിക്ഷക്കാരൻ, മധു എന്ന് പറഞ്ഞ രക്ഷ. പുള്ളി ചേർത്തലൊരു പൂക്കടയിൽ പൂകെട്ടാനായിട്ട് ജോലിക്ക് നിന്ന് അവൻ മറ്റേ പൂവെടുക്കാനായിട്ട് എറണാകുളത്ത് ചെന്നിട്ട് എറണാകുളത്ത് നിന്ന് ഈ മുല്ലപ്പൂവിൻ്റെ കെട്ട് ആയിട്ട് ഈ വണ്ടി കയറി. അപ്പോൾ ഈ വണ്ടിയിൽ തിരക്ക് കാരണം ആ വണ്ടിയിൽ നിന്ന് അവൻ ഇറങ്ങി. കാര്യം പറഞ്ഞാൽ ഇത് അവിഞ്ഞു പോവുമല്ലോ. ഈ മുല്ലപ്പൂ എന്ന് കഴിഞ്ഞാൽ വളരെ സോഫ്റ്റായിട്ടുള്ള സംഭവമല്ല. പിറ്റേ ദിവസം മാല കെട്ടാനൊക്കെ ഉള്ള സാധനമല്ല. ഒരുപാട് തിങ്ങിയുള്ള വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ അവിഞ്ഞു പോകും. അത് കാരണം ആ വണ്ടിയിൽ നിന്ന് അവൻ അതിനകത്ത് കയറിയ ഡ്രൈവറിൻ്റെ സീറ്റിനും കൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അടുത്ത വണ്ടി കയറി ആണ് അവൻ ഇങ്ങോട്ട് പോകുന്നത്. അപ്പം അവൻ മിക്കപ്പോഴും ഇതിനെപ്പറ്റി പറയുമ്പോൾ അവൻ ആ തേങ്ങ അവൻ രക്ഷപ്പെട്ടത്. പുറകെ വന്ന വണ്ടി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ വണ്ടി കത്തണ ഇതൊക്കെ അറിയുന്നത്. പിറ്റേ ദിവസം രാവിലെ ഇതറിഞ്ഞിട്ട് ഞാൻ ഈ താലൂക്ക് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ, താലൂക്ക് ആശുപത്രിയുടെ പഴയ കെട്ടിടത്തിൻ്റെ വടക്ക് കിഴക്കേ മുകളിലേക്ക് ബോഡി, കത്തിക്കരിഞ്ഞ ബോഡി ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക. ആൾക്കാരെ തിരിച്ചറിയാനായിട്ട് വന്നിട്ട് എന്തെങ്കിലും ഇവരെ ഒരു തിരിച്ചറിയാനുള്ള അടയാളമൊന്നുമില്ല. എന്നുവെച്ചാൽ ഒരാളെ ടാറിനകത്ത് മുക്കിയിട്ട് തുണി ഇല്ലാതെ ഇങ്ങനെ കിടത്തിയാൽ എങ്ങനെ ഇരിക്കും അതേപോലെ ഉള്ള കരിഞ്ഞ് പോയി. കണ്ണിൻ്റെ അവിടെയും ശകലം ചുവപ്പ് കാണാം, ചുണ്ടിൻ്റെ അവിടെയും ചുവപ്പ്, ബാക്കിയെല്ലാം കരിഞ്ഞ് മൊത്തം കരി 37 പേര് മരണപ്പെട്ടതിൽ 7 പേരെ ബോഡിയെ തിരിച്ചറിയാത്ത ബോഡി അവിടെ ഈ ശ്മശാനത്തിൽ അടക്കിയിട്ടുണ്ട്. അതിനകത്ത് ഈ ഇപ്പോഴും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിലാണെങ്കിലും അകത്താണെങ്കിലും പുറത്താണെങ്കിലും ഒരാൾ നമ്മുടെ നാട്ടിൽ നിന്ന് മിസ്സിങ് ആണെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കും. ഇങ്ങനെ എൻ്റെ മകനെ കാണാനില്ല, അല്ലെങ്കിൽ എൻ്റെ മകളെ കാണാനില്ല, എൻ്റെ അച്ഛനെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസിൽ റിപ്പോർട്ട് ചെയ്യും. ഇത് ഒരു സ്ഥലത്തും റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്ത കാരണം മാത്രമാണ് ആ ബോഡി അങ്ങനെ. അതൊന്ന്. പിന്നെ അല്ലാതെ വീട്ടിൽ തന്നെ ഈ സമയത്തിനും ഉള്ളിൽ ഈ ഒരു വീട്ടിൽ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ചേട്ടനോ സഹോദരന്മാരാരും വീട്ടിൽ ചെന്നില്ലെങ്കിൽ അവർ തിരക്കിയല്ലേ. അവർ വന്ന് ഈ പറഞ്ഞ പോലെ ബോഡി അവർ പോലും വന്നിട്ടില്ലെന്നാണ് ഇപ്പോഴും അത് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഒരു ചിരി കണ്ടിട്ടില്ല, ഒരു നല്ലൊരു സംഭവമാണ്, എങ്ങനെ ചിരിക്കാൻ പറ്റും എന്നുവെച്ചാൽ ഒരു ദിവസമെങ്കിലും ഇൻക്വസ്റ്റ് ഇല്ലാത്ത ദിവസം ഉണ്ടാകില്ല. മനസ്സിലായി? അതൊരു ഇതാണ്. നമ്മൾ ഇൻക്വസ്റ്റ് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന്
കുളിച്ച് ഡ്രസ്സൊക്കെ മാറി എവിടെയെങ്കിലും പോകാനായിട്ട് സമയത്താണെങ്കിൽ അപ്പം അടുത്ത വേറെ സ്റ്റേഷനിൽ നിന്ന് വിളിക്കും പോകും. പിന്നെ അല്ലാതെ നമുക്ക് വേറെ ഇതിനകത്ത് ഇപ്പോഴല്ല, ഇപ്പം നേരത്തെയൊക്കെ എൻ്റെ മദറിലോ എറണാകുളം ജനറൽ ആശുപത്രി അല്ല മെഡിക്കൽ ട്രസ്റ്റിൽ കിടക്കുന്ന സമയത്ത് കാണാനായിട്ട് ഞാനും വൈഫും കൂടെ ബൈക്കിൽ വരിക. എൻ്റെ അരൂർ അവിടെ ആയപ്പം മാരാക്കോൾ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു എന്നെ പോലെ ഒരു ഇൻക്വസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ സാറേ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് എറണാകുളത്ത് പോവുകയാണ്. എവിടം വരെയായി? ഇന്ന പോലെ അരൂരായി. എന്നാൽ അവിടെ വണ്ടി ഒതുക്കും, ഞങ്ങൾ ജീപ്പോട്ട് വരാം. ഞാൻ വണ്ടി ഒതുക്കി അവിടെ നമ്മുടെ ഒരു സ്വന്തക്കാരുടെ വീടുണ്ട്, അവിടെ ഞാൻ വൈഫിനെയും അവിടെ ഇരുത്തിയിട്ട് അവർ ജീപ്പിൽ വന്ന് എന്നെ കൊണ്ടുപോയിട്ട് ഞാൻ വീട്ടിൽ പോയി ക്യാമറ എടുത്ത് ഇൻക്വസ്റ്റും കഴിഞ്ഞിട്ട് തിരിച്ച് ക്യാമറ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ട് ജീപ്പിൽ തന്നെ എന്നെ അരൂർ കൊണ്ടുവന്ന് ഇട്ടിട്ട് ഞാനും വൈഫും കൂടെ എറണാകുളത്ത് കാണിച്ചത്. അങ്ങനെയുള്ള സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതല്ലാതെ വേറെ സംഭവം ഇതുപോലെ തന്നെ ബസ്സിൽ ഈ യാത്ര ചെയ്തതിൻ്റെ സമയത്ത് വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ ഇതുപോലെ വിളിച്ചു ഇൻക്വസ്റ്റ് ഉണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എന്നെ വണ്ടിയിലാണ്. ഏത് വണ്ടിയാണ്? KSRTC. ഉടനെ KSRTC വണ്ടി നമ്പർ പറയും. ആ വണ്ടി നമ്പർ പറഞ്ഞപ്പോൾ ഉടനെ ജീപ്പ് ഇതുവരെ വന്നിട്ട് എവിടെയാണ് എരമല്ലൂർ ഭാഗത്ത് മറ്റേ പോലീസ് ജീപ്പ് ഈ KSRTC ബസ്സുകാരൻ എന്നാണെന്ന് അറിയാൻ പാടില്ല, വണ്ടി നിർത്താൻ പാടില്ല, വണ്ടി ജീപ്പ് കൊണ്ടൊന്ന് നിർത്തി. എന്നെ ആൾക്കാർ അവിടെ ഇരിക്കുന്ന യാത്രക്കാർ, വണ്ടിയിലിരിക്കുന്ന യാത്രക്കാർ വിചാരിക്കാനോ അറിയാം എന്തോ വലിയ പ്രതിയാൻ പറ്റിയ വണ്ടി കൊണ്ട് ഇട്ടിട്ട് എന്നെ ജീപ്പിൽ അവർ ഞാൻ ജീപ്പിൽ കയറി ഇരിക്കുമ്പോഴും ഉണ്ടല്ല, ഞാൻ നോക്കിയപ്പോൾ KSRTC ബസ്സിലുള്ള ആൾക്കാരെല്ലാം തലപ്പുറത്തേക്ക് ഇട്ട് നിൽക്കുക. അങ്ങനെയുള്ള നമ്മുടെ മനസ്സിൽ പോകാത്ത കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. ചേർത്തല അറത്തിങ്കൽ ബൈപ്പാസിൽ വെച്ചൊരു ആക്സിഡൻറ്റ്, ഒരു അംബാസഡർ കാറും ഒരു വേറെ വണ്ടിയായിട്ട് ഇടിച്ച്. അപ്പോൾ ആ സ്പോട്ടിൽ ഞാനുണ്ട്. അപ്പോൾ പലരും ഈ രക്തം കണ്ടു കഴിഞ്ഞാൽ പുറകോട്ട് വീഴുന്ന ആൾക്കാരാണല്ലോ. പക്ഷെ എന്നാലും നമുക്ക് എന്തോ ഇത് തോന്നി, ഈ കാറിലുണ്ടാകുന്ന ആൾക്കാരൊക്കെ വെട്ടിപ്പൊളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് വേറെ വണ്ടി കയറ്റി ചേർത്താൽ സ്വകാര്യ ആശുപത്രി KVM ആശുപത്രി കൊണ്ടുവന്ന് ഉച്ചയ്ക്ക് 2-2:15 ആക്സിഡൻ്റ് ഉണ്ടായിരിക്കുന്നത്. എനിക്ക് ആക്സിഡൻറ്റ് ഒരെട്ടെണ്ണത്തിനും ബോധമില്ല. ആശുപത്രി കൊണ്ടുവന്ന് എന്നിട്ട് എനിക്ക് അവിടുന്ന് വിട്ടു പോരാൻ തോന്നില്ല. മുസ്ലിങ്ങളാണ് വണ്ടിയിലാണ്, കൂടുതലും കൊച്ചു പിള്ളേരാണ്. ഞാനിപ്പോഴും ഇന്നലത്തെ പോലെ ഓർക്കുകയാണ്. ഒരു കൊച്ചിനെ ഞാനിങ്ങനെ കോരി ഇങ്ങനെ എടുത്ത് കഴിഞ്ഞപ്പോഴേ അംബാസഡർ കാറിനകത്ത് നിന്ന് കോരി എടുക്കുമ്പോൾ 2 കാലും ഈ അച്ചിങ്ങപ്പയർ കിടക്കും പോലെ തൂങ്ങി കിടക്കുക, ഒടിഞ്ചി നുറുങ്ങി കിടക്കുക. അതിനെ ഈ കൊണ്ടുവന്ന് KVM കൊണ്ടുവന്ന് അങ്ങനെ വേറെ പല. അപ്പോൾ ആ ഒരു പെങ്കൊച്ച്, ഒരു 7 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെങ്കൊച്ച്. ആൺപിള്ളേരും ഉണ്ട്, പല ഇതുണ്ട്. ഞാൻ ഇപ്പോഴും അത് എന്നിട്ട് ഈ കാറിൽ KVM കൊണ്ടുവന്നിട്ട് അവിടുന്ന് ഇങ്ങനെ എടുക്കുമ്പോഴും ഇതിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. അത് ആശുപത്രി കൊണ്ടുവന്ന് കിടത്തിട്ട് എനിക്ക് അവിടുന്ന് പോരാൻ ഇത് വിട്ടു പോകുന്നില്ല. കാര്യം അവർക്ക് ആർക്കും ബോധവും ഇല്ല, ആരാണെന്ന് പോലും അറിയാൻ പാടില്ല. ഞാൻ അവിടെ ഇരുന്ന് ആക്സിഡൻറ്റിൽപ്പെട്ട എന്നെ വണ്ടി ഓടിച്ചിരുന്ന ഒരു ചാക്കോ എന്ന ഒരു ഡ്രൈവർ ചാക്കോ, പുള്ളിക്ക് ബോധം തെളിഞ്ഞപ്പോൾ പുള്ളി ആശുപത്രിയിലുള്ള സിസ്റ്ററിനോട് ചോദിച്ചു, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ആരെങ്കിലും ഉണ്ടായോ, എങ്ങനെയാണ്? നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ആരാന്നറിയാൻ പാടില്ല, നിങ്ങളെ കൊണ്ടുവന്ന ആൾ പുറത്തിരിപ്പുണ്ടെന്ന് അയാളെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ അകത്തേക്ക് ചെന്നപ്പോൾ ഈ ചാക്കോ എന്നോട് പറഞ്ഞു, ഇന്നപോലെ നിങ്ങളുടെ നമ്മുടെ ഫോൺ നമ്പർ നമ്മുടെ കൂട്ടത്തിലുള്ളവർ. ഞാൻ പറഞ്ഞു അത് അവരെല്ലാവരും ആശുപത്രി തന്നെയുണ്ട്, എല്ലാം ഇങ്ങനെ ബോധമായിട്ട് ഇങ്ങനെ കിടക്കണം, കുഴപ്പമൊന്നുമില്ല. അതിലും 2 പേരും മരിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെ പോലെ. അപ്പോൾ ഉടനെ അയാൾ ഒരു ഫോൺ നമ്പർ കരുനാഗപ്പള്ളിയിൽ, അന്ന് ഈ മൊബൈലൊന്നും ഇല്ലാത്ത സമയമാണ്. ഈ ഫോൺ നമ്പറുമായിട്ട് ഞാൻ ഒരു കടലാസിൽ കുറിച്ചതായിട്ട് ഞാൻ നേരെ വീട്ടിൽ വന്നിട്ട് ഡ്രസ്സ് മാറി. എന്നുവെച്ചാൽ എൻ്റെ ഷർട്ടും അന്ന് ഒറ്റമുണ്ടും ഒരു റബ്ബർ ചെരുപ്പമായിട്ടിരിക്കണം, ഷർട്ടൊക്കെ ചോര.
അതൊക്കെ മാറി. അപ്പോൾ അച്ഛനമ്മയൊക്കെ ചോദിപ്പോൾ ഇന്ന പോലെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛന് കേട്ടപ്പോൾ സന്തോഷമായി. എടാ നീ പൊക്കോടാ, നല്ല കാര്യം ചെയ്തത്. എന്നിട്ട് ഡ്രസ്സ് മാറി ഞാൻ നേരെ ഈ KSRTC സ്റ്റാൻഡ് അവിടെ ഈ ലോങ് ഫോണൊക്കെ ചെയ്യുന്ന ഒരു ബൂത്തുണ്ട്, അവിടെ നിന്ന് ഫോൺ ചെയ്തു. പിന്നപ്പോൾ കരുനാഗപ്പള്ളിയിൽ നിങ്ങളുടെ അവിടുന്ന് നിലമ്പൂരേക്ക് പോണ ആ കാറ് ചേർത്തലൂരിൻ്റെ ഒരു ആക്സിഡൻറ്റിൽ പെട്ടു. അപ്പോൾ എന്ത് പറ്റിയെന്ന് ഞാൻ കുഴപ്പമൊന്നുമില്ല, ചെറിയ പരിക്ക് കൂടി KM ആശുപത്രിയിലുണ്ട്, നിങ്ങൾ ആരെങ്കിലും കൂടെ വന്നിട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വെളുപ്പിൽ ഞാൻ ഉറക്കൊളിച്ചിരിക്കുക. ഒരു 3 മണിയായപ്പോൾ ഈ ഒരു അംബാസഡർ കാർ ഇതുപോലെ വന്നു കരുനാഗപ്പള്ളിയിൽ നിന്ന്. അവരുമായിട്ട് കറക്റ്റ് ചെയ്ത് കൊടുത്ത് അങ്ങനെ ആണ് അവർ. ഇപ്പം ആ അനില എന്ന് പറഞ്ഞ ആ കൊച്ച് അവിടെ നിലമ്പൂരിൽ ബാങ്ക് മാനേജറാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ അവരോട് വിളിച്ചപ്പോൾ പറഞ്ഞു അവർ എല്ലാവരും അന്ന് ആശുപത്രിയിൽ നിന്ന് വിടുമ്പോഴും ഞങ്ങളുമായിട്ട് അത്രയ്ക്ക് ക്ലോസ് ആണ്. ഇങ്ങനെ ആക്സിഡൻറ്റ് പെട്ട് പലരെയും നമ്മൾ കൊണ്ടുവന്ന് അങ്ങോട്ട് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്, പലരും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പം അതിലൊരു ഭാഗമാണ്. അപ്പം ഞാൻ അത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ.